ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഇന്ന് മെഹന്തിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് എലമെൻറ്റ്സ് നമുക്ക് എങ്ങനെയാണ് ചെയ്യല് നോക്കാം. അപ്പം മെഹന്തി പഠിക്കുന്ന സമയത്ത് നമുക്ക് മെയിനായിട്ട് വേണ്ടത് അല്ലെങ്കിൽ മെയിനായിട്ട് നമുക്ക് അറിയേണ്ടത് ബേസിക് എലമെൻറ്റ്സ് ആണ്. അപ്പോൾ ആ ഒരു ബേസിക് എലമെൻറ്റ്സിൽ കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. ഫോർ എക്സാമ്പിൾ ലൈൻസ് വേണം, തിക്ക് ലൈൻസ് ഉണ്ടാവും, സ്പൈറൽസ്, ഡോട്ട്സ്, ലീവ്സ്, ഫ്ലവേഴ്സ്, അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് ബേസിക് എലമെൻറ്റ്സിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലൈൻ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കറക്റ്റ് ലൈൻ എങ്ങനെ കൊടുക്കാന്നുള്ളത് പല ആൾക്കാർക്കും അറിയില്ല അല്ലേ. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഏറ്റവും ട്രിക്ക് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ പലവർക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് കാരണം എന്താന്ന് വെച്ചാൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ട്രിപ്പ് അറിയില്ല. അതായത് എങ്ങനെയാണ് ലൈൻ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ള ട്രിക്സ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ട്രിക്ക് ഉപയോഗിച്ച് നമ്മൾ ലൈൻ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ലൈൻ കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പം ഇതിൽ ഞാൻ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എങ്ങനെയാണ് ഈസി ആയിട്ട് ബ്രേക്ക് ഡൗൺസ് ഒന്നും ഇല്ലാണ്ട് ലൈൻ വരയ്ക്കാന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ലൈൻ വരയ്ക്കുന്ന സമയത്ത് കോണിന് പ്രഷർ ഒരിക്കലും കൊടുക്കാൻ വേണ്ടി പാടില്ല. കോണിന് പ്രഷർ കൊടുക്കാതെ ജസ്റ്റ് നിങ്ങളുടെ ബേസിലൊന്ന് കോണ് തട്ടി വെക്കുക. അതായത് ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, പ്രഷർ കൊടുക്കാൻ വേണ്ടി പാടില്ല. നിങ്ങൾ സ്ലോലി എന്ത് ചെയ്യുക, ആ ഒരു ബേസിൽ കോണ് വെക്കുക, ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ലൈൻ വരയ്ക്കാൻ സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ കോണിന് പ്രഷർ കൊടുക്കാം. ചെറിയ രീതിയിൽ മാത്രം കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ ഓവർ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിചാരിച്ച പോലെ ലൈൻ വരയ്ക്കാൻ വേണ്ടി പറ്റൂല. നമ്മുടെ ബേസിൽ കോണ് പ്ലേസ് ചെയ്ത പാട് തന്നെ കുറച്ച് ഉയർത്തി വെക്കുക. കോണ് കുറച്ച് ഉയർത്തി വെച്ചിട്ട് സ്ലോ ആയിട്ട് പ്രഷർ കൊടുത്തിട്ട് സ്ലോ ആയിട്ട് തന്നെ മുന്നോട്ടേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതാണ്. പക്ഷേ പലവരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സ്ലോ ആയിട്ടാണ് പ്രഷർ കൊടുക്കുന്നുണ്ടാവുക അല്ലേ, പക്ഷേ എന്താണ് മൂവ് ചെയ്യുന്നത് സ്പീഡിലായിരിക്കും. അങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചതുപോലെ കട്ടായിട്ട് നമുക്ക് ബ്രേക്ക് ആയിട്ടായിരിക്കും ലൈൻ കിട്ടുക. നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ലോ പ്രഷർ കൊടുത്തു സ്പീഡിലായിട്ട്, അതായത് സ്പീഡിൽ മുന്നോട്ടേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ബ്രേക്ക് ആയിട്ട് നമുക്ക് ഈ ഒരു ലൈൻ കിട്ടും. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് നിങ്ങൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്, അതായത് നിങ്ങൾ ലോ പ്രഷറാണ് മെഹന്തിക്ക് കൊടുക്കുന്നതെങ്കിൽ സ്ലോ ആയിട്ട് മുന്നോട്ടേക്ക് ഡ്രാഗ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ലോ ആയിട്ട് പ്രഷർ കൊടുക്കുന്നുണ്ടെങ്കിൽ സ്ലോ ആയിട്ട് മുന്നോട്ടേക്ക് ഡ്രാഗ് ചെയ്ത് പോയി കഴിഞ്ഞാൽ കറക്റ്റ് പെർഫെക്റ്റ് ലൈൻ നിങ്ങൾക്ക് കിട്ടും. ഇനി അതല്ല, നിങ്ങൾ ഹൈ, അതായത് ഓവർ പ്രഷർ ആണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ സ്പീഡിൽ മുന്നോട്ടേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് പെർഫെക്റ്റ് ലൈൻ കിട്ടും. ഓക്കെ, അതായത് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഓവർ പ്രഷർ ആണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ അതങ്ങോട്ട് വരെ, അതായത് എൻഡ് ലൈൻ വരെ നിങ്ങൾ എന്ത് ചെയ്യണം, സ്പീഡിൽ മുന്നോട്ടേക്ക് ഡ്രാഗ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി പ്ലസ് നിങ്ങൾക്ക് നല്ല പെർഫെക്ഷൻ ആയിട്ടുള്ള ലൈൻ നിങ്ങൾക്ക് കിട്ടും. സോ അതുപോലെ നിങ്ങൾ ലൈൻ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാണ്ട് നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ലൈൻ വരയ്ക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സ്പീഡ്, അതായത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഓവർ പ്രഷർ കൊടുത്തിട്ട് നിങ്ങൾ പതുക്കെ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ രണ്ടാമത് ഞാൻ കൊടുത്തതുപോലെ നിങ്ങൾക്ക് ഈ ഒരു എന്താണ് ലൈനും അല്ല, എന്താ പറയുക, ബ്രേക്കും അല്ല, ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് കേർവ്ഡൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ലൈൻ കിട്ടും. ഇനിയാണ് തിക്ക് ലൈൻ. തിക്ക് ലൈനും ഇതുപോലെ ഞാൻ ഫസ്റ്റ് കാണിച്ചതുപോലെ തന്നെ ജസ്റ്റ് കോണിന് ഓവർ പ്രഷർ കൊടുത്തിട്ട് ജസ്റ്റ് ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു തിക്ക് ലൈൻ ആവണമെന്നില്ല. ഓക്കെ, അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള തിക്ക് ലൈൻ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഡബിൾ ലൈൻ കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട്, അതായത് ആ ലൈനിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് നല്ല നീറ്റായിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള തിക്ക് ലൈൻസ് കിട്ടും. ഓക്കെ, ഇനിയാണ് ഡോട്ട്സ്. അപ്പം ഡോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ കോണിന് എത്രത്തോളം പ്രഷർ കൊടുക്കുന്നുണ്ടോ അത്രത്തോളം നമുക്ക് ഡോട്ട് കിട്ടും. അതായത് ഇപ്പം നമ്മൾ ഓവർ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബിഗ് ആയിട്ടുള്ള ഡോട്ട്സ് കിട്ടും. നിങ്ങൾക്ക് ചെറിയ ഡോട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ പ്രഷർ കൊടുക്കലാണ് ഈ ഡോട്ട്സിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതായത് പലവരും ചെയ്യുന്നത് ജസ്റ്റ് ഒരു സർക്കിൾ വരക്കാണ്ട് അതിൻ്റെ അകത്ത് കളർ ചെയ്യുക, അങ്ങനെയൊന്നും ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. കാരണം അത് നമുക്ക് പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള ഡോട്ട് ഒരിക്കലും ആവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡോട്ട് വേണമെന്നുണ്ടെങ്കിൽ എവിടെയാണോ ഡോട്ട് വേണ്ടത് കോൺ അവിടെ വെക്കുക, ജസ്റ്റ് പ്രഷർ കൊടുക്കുക, അത്രേ ഉള്ളൂ ഈ ഒരു ഡോട്ടിന്റെ പരിപാടി. പക്ഷേ പലവരും അതൊന്നും അല്ലാണ്ടാണ് ചെയ്യുന്നത്. അതായത് ഒരു സർക്കിൾ വരയ്ക്കുമ്പോൾ അതിൻ്റെ അകത്ത് കളറൊക്കെ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്ഷൻ ഉണ്ടാവില്ല. സെയിം എന്താണ്, ഇപ്പം നമ്മൾ എന്താ പറയുക, ഫോർ എക്സാമ്പിൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നോട്ടിലൊക്കെ എഴുതുമ്പോൾ പെട്ടെന്ന് തെറ്റിപ്പോയിക്കാൻ നമ്മൾ വരച്ചു വിട്ടിട്ടുണ്ടല്ലേ, അതിന് മുകളിൽ ഇങ്ങനെ എന്താണ് വരച്ചു വിട്ടുന്ന നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം അതുപോലെയൊക്കെ ചെയ്യുന്നവരുണ്ട് ഡോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് എവിടെയാണ് ഡോട്ട് കൊടുക്കേണ്ടത് അവിടെ നിങ്ങൾ ഹെന്നാക്കോൺ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് പ്രഷർ കൊടുക്കുക. നിങ്ങൾക്ക് വലിയ ഡോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഓവറായിട്ട് പ്രഷർ കൊടുക്കുക. അത്രയേ ഉള്ളൂ ഈ ഒരു ഡോട്ടിൻ്റെ കാര്യം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ച്
മോഡിഫൈ ഒക്കെ ചെയ്തിട്ടാണ് വേണ്ടതെങ്കിൽ ഒരു ലൈനോ അല്ലെങ്കിൽ കർവ്ഡ് ലൈനൊക്കെ കൊടുത്തിട്ട് ബിഗും സ്മോൾ ആയിട്ടുള്ള ഡോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് കൊടുത്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു ഡോട്ട് നമുക്ക് ഇപ്പം ഡോട്ട് നിങ്ങൾ ലൈനും അതുപോലെ കർവ്ഡ് ലൈനൊക്കെ ഉപയോഗിച്ചിട്ട് ഡോട്ട്സ് കൊടുക്കുകയാണെങ്കിൽ അത് മെയിനായിട്ട് അറബിക് ഡിസൈൻസിലൊക്കെയാണ് അങ്ങനെയുള്ള പാറ്റേൺസും കാര്യങ്ങളൊക്കെ വരാം. അപ്പം അങ്ങനെയുള്ള പാറ്റേൺസ് നമുക്ക് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഈ ഒരൊറ്റ ഡോട്ട്സ് ഒക്കെ കൊണ്ട് കേട്ടോ. അപ്പം അതാണ് ഡോട്ട്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്പൈറലിലോട്ടേക്ക് കിടക്കാം അല്ലേ. സ്പൈറൽ എന്ന് പറയുന്നത് പലവരും വിചാരിക്കുന്നതാണ് ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഒരു സർക്കിൾ വരയ്ക്കുക, അതിൻ്റെ അടുത്ത് ഒരു സർക്കിളും കൂടി കൊടുത്താൽ അത് സ്പൈറലായി എന്നാണ് പലവരും ചെയ്യുന്നതും പറയുന്നതും. അപ്പം സ്പൈറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെയേർഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് സർക്കിളിൻ്റെ അകത്ത് ഒരുപാട് ലെയേഴ്സ് വരുന്ന ഒരു പാറ്റേൺ ആണ് സ്പൈറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൽ ഞാൻ എക്സാമ്പിൾ ആയിട്ട് കാണിക്കുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഒരുപാട് ആൾക്കാർ സർക്കിൾ വരക്കും, അതിൻ്റെ അകത്ത് വീണ്ടും ഒരു സർക്കിൾ വരക്കും, ഇട്ടൊരു ഡോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് സ്പൈറൽ ആയി എന്നാണ് പലവരും പറയാറ്. പക്ഷെ അതല്ല, നമ്മളൊരു സർക്കിളിൽ ലെയർ കൊടുത്തിട്ട് അതൊരു പാറ്റേൺ ആക്കലാണ് സ്പൈറൽ. അതായത് ആ ഒരു സർക്കിളിൻ്റെ അകത്ത് ഒരുപാട് ലെയേഴ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, അതായത് ഈ ഒരു സ്പൈറലിൻ്റെ അകത്ത് നമുക്ക് ഒരു 4 ലെയേഴ്സ് ഒക്കെ കാണാൻ വേണ്ടി പറ്റും. പലവരും 1 or 2 ലെയേഴ്സ് കൊടുത്തിട്ട് അത് സ്പൈറൽ ആക്കി വിടും. പക്ഷെ അതിന് കാണാൻ ഭംഗി ഉണ്ടാവും. പക്ഷെ എൻ്റെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സ്പൈറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം സർക്കിൾ കൊടുത്തിട്ട് ലെയർ കൊടുക്കലാണ് എനിക്ക് കൺവീനിയൻറ്റ്. നിങ്ങൾക്ക് ഇപ്പം ഡോട്ട്സ് കൊടുത്തിട്ട് അതിന് ചുറ്റും ലെയർ കൊടുക്കലാണ് കൺവീനിയൻ്റ് എങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ ചെയ്യാം. 1 or 2 ലെയർ കൊടുത്തു കഴിഞ്ഞാൽ ഭംഗി കാണൂല. സ്പൈറലിൻ്റെ ഭംഗി കാണണമെന്നുണ്ടെങ്കിൽ ഒരു 5 or 6 ഒക്കെ എന്താണ് ലെയർ കൊടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പൈറൽ നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് കാണാം, ആദ്യം സർക്കിൾ കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതിലെ കൂടി തന്നെ തിന്നായിട്ടുള്ള ലെയർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്പൈറൽ റെഡിയാവും. പക്ഷെ ആ ഒരു ലെയേഴ്സ് അപ്പുറം ഇപ്പുറം, അതായത് ലെയേഴ്സ് നെക്സ്റ്റ് ടു നെക്സ്റ്റ് എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, ടച്ച് ചെയ്യാൻ വേണ്ടി പാടില്ല. ഓക്കെ, അത് ടച്ച് ചെയ്യാണ്ട് നല്ല നീറ്റായിട്ട് ലെയർ ആയിട്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പൈറലായിട്ട് കിട്ടും. അതുപോലെ മിഡിൽ ഒരു ഡോട്ടും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആവും. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു ഡോട്ട് കൊടുക്കാം, ആ ഒരു ഡോട്ടിന് എന്ത് ചെയ്യാം, നമുക്ക് ചുറ്റിലായിട്ട് ലേയേഴ്സ് കൊടുത്താലും സ്പൈറൽ നീറ്റായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നെക്സ്റ്റ് ആയിട്ട് വരുന്നത് സ്കാലപ്സ് അല്ലെങ്കിൽ ഹംസ് ആണ്. നമ്മൾ പൊതുവേ പല ആൾക്കാരും ഹംസ് എന്നാണ് പറയാറ്, പക്ഷേ അതിൻ്റെ ശരിക്കുള്ള നെയിം എന്ന് പറയുന്നത് സ്കാലപ്സ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആണെങ്കിൽ അത് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ്. വെറും ഹംസ് എന്ന് മാത്രമല്ല, ഈ ഒരു എലമെന്റിന്റെ നെയിം സ്കാലപ്സും കൂടിയാണെന്നുള്ള കാര്യം നമ്മൾ അറിയണം. ഓക്കെ, സോ ഹംസ് അല്ലെങ്കിൽ സ്കാലപ്സ്. ഇതിൽ ഞാൻ ഫസ്റ്റ് തന്നെ കാണിച്ചിട്ടുണ്ട്, ഒരു റാ ഷേപ്പ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു റാ ഷേപ്പിന് കുറച്ച് ഹൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഹൈറ്റിൽ വേണം നമ്മൾ എന്താണ് ഈ ഒരു സ്കാലപ്സ് കൊടുക്കാൻ
കിട്ടാൻ വേണ്ടിയിട്ട് പല ആൾക്കാർക്കും കറക്റ്റ് സൈസിൽ ആ ഒരു സ്കാലപ്സ് കിട്ടാറില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒന്നെങ്കിൽ ഗൈഡ് ലൈൻ വെച്ച് ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ എവിടെയോ തിരക്ക് പിടിച്ച് പോകുന്ന പോലെ ആയിരിക്കും പലവരും സ്കാലപ്സ് കൊടുക്കുക. പക്ഷെ പലവരുടെയും ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഡോട്ടഡ് ലൈനൊക്കെ കൊടുത്തിട്ട് ചെയ്യുമ്പോൾ എന്താണ് ആ ഒരു ഡോട്ടഡ് ലൈൻ കൊടുത്തതൊക്കെ കാണൂല എന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ടാവലുണ്ട്. അപ്പം അങ്ങനെയുള്ള ഡൗട്ടൊന്നും നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ ലൈറ്റ് ആയിട്ട് ഡോട്ടഡ് ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല കേട്ടോ. അതിന് മേലെ സ്കാലപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡോട്ടഡ് ലൈൻ ഒന്നും കാണാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ഇനി വേറൊന്നും കൂടി പറയാനാണെങ്കിൽ നിങ്ങൾക്ക് സെയിം ആയിട്ട് വരക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഒരേ എന്താണ് സൈസിലൊക്കെ വരക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡോട്ടഡ് ലൈൻ്റെ ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഡോട്ടഡ് ലൈൻ വെച്ച് പ്രാക്ടീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവസാനം നിങ്ങൾക്ക് എന്തിൻ്റെ ആവശ്യമില്ല, ഈ ഒരു ഡോട്ടഡ് ലൈൻ്റെ ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. അതുപോലെ വേറൊരു കാര്യം പറഞ്ഞുതരാം. കാരണം പല ആൾക്കാരിലും കാണുന്നൊരു കാര്യമാണ്, അതായത് നിങ്ങൾക്ക് എവിടെയോ പോകാനുള്ള പോലെയാണ് നിങ്ങളുടെ കളി ഉണ്ടാവുക. അതായത് ഒരു ലൈൻ വരക്കും, സ്കാലപ്പൊക്കെ വരക്കുന്നത് നിങ്ങൾ കാണണം, ഇങ്ങനെ വേഗം വരച്ചിട്ട് എവിടെയോ പോകാനുള്ള ആരോ വിളിക്കുന്നുണ്ട് പുറത്തുനിന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വരക്കുന്നവരുണ്ട്. അതായത് അത്രക്കും സ്പീഡിൽ ഈ ഒരു സ്കാലപ്പൊക്കെ കൊടുത്തിട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷെ നിങ്ങൾ മെഹന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ടൈം എടുത്ത് ചെയ്യേണ്ടതാണ്. നിങ്ങളത് എത്രത്തോളം സ്പീഡിലായിട്ട് ഇങ്ങനെ തിരക്കിട്ട് ചെയ്യുന്നു അത്രത്തോളം പെർഫെക്ഷൻ നിങ്ങൾക്ക് നഷ്ടമാവും എന്നുള്ളതാണ്. ഓക്കെ, ബിഗിനർ ആണെങ്കിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് ഇതാണ്. ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ പതുക്കെ ചെയ്യാം, നിങ്ങൾ ടൈം എടുത്തിട്ട് നിങ്ങളെ വർക്ക് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളിപ്പം കുറച്ച് പ്രൊഫഷണൽ ഒക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ ആണ്, നിങ്ങൾക്ക് അതൊക്കെ കറക്റ്റ് ആയിട്ട് സ്പീഡിലായാലും നല്ല നീറ്റായിട്ടൊക്കെ കിട്ടുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.